إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وبشر المؤمنين بأن لهم من الله فضلا كبيرا. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. أما بعد فإن أصدق الكلام كلام الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله. أوصيكم وإياي بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. يا ബഹുമാനരഹിത വിശ്വാസികളെ വിശ്വാസികൾ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പഠിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി നാളെ അവന്റെ കോടതിയിൽ വിജയം കൈവരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരും പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തോളം എന്ന പോലെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് നമ്മളെ അറിഞ്ഞുകൊണ്ട് ചെയ്യണം. അറിവില്ലാത്തതിന്റെ വിധി അത് മാരകമായ ഒരവസ്ഥയാണ്. ഒരിക്കൽ തലക്ക് മുറിവേറ്റ സ്വഹാബിയുടെ മരണം അറിഞ്ഞപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തിൽ നടത്തിയ ഒരു പ്രതികാരമുണ്ട്. ഖതലഹു ഖതലഹുല്ലാഹ് അലാ സഅലു ഇദ് ലം യഅലമു ഫഇന്നമാ ശിഫാഉ ലിസ്സുആൽ. അവർ അവനെ കൊന്നു കളഞ്ഞു. അല്ലാഹു അവരെ ശിക്ഷിക്കട്ടെ അഥവാ അല്ലാഹു അവരോട് പിണങ്ങട്ടെ. അവർക്ക് അറിയില്ലായിരുന്നുവെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി കൂടായിരുന്നു. തീർച്ചയായും അറിവില്ലായ്മയാവുന്ന രോഗത്തിനുള്ള മരുന്ന് ചോദിച്ചറിയുക എന്നുള്ളതാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞതെന്താ? സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എപ്രകാരമാണ് നമസ്കരിക്കും നിങ്ങൾ കണ്ടത് അതേപോലെ നിങ്ങളും നമസ്കരിക്കണമെന്നാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ടവർക്ക് കാണാം, ഖുദുഅന്നി മനാസിക്കക്കും. ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നോമ്പിനെ കുറിച്ച് പറഞ്ഞിടത്ത് കാണാം, അവിടെ അത് അറിഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതേ റബ്ബ സ്വായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ് വറബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ലൽ സഹർ.
നോമ്പിനെ അറിഞ്ഞില്ലെങ്കിൽ, നോമ്പുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളെ കുറിച്ച് കൃത്യമായി അറിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടത്തെ പറ്റിയാണ് സൂചിപ്പിച്ചത്. അബൂ ഹുറൈറ ധരിക്കുന്ന ഹദീസ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എത്രയെത്ര നോമ്പുകാരാണ് പക്ഷെ അവർ വിശപ്പ് സഹിച്ചു എന്നല്ലാണ്ട് ആ വിശപ്പിന്റെ പരിഹാരത്തെ കുറിച്ചോ അത് സംഭവിക്കാനുള്ള കാരണങ്ങളെ കുറിച്ചോ എന്തുകൊണ്ടാണോ അത് ഭക്ഷണം ഒഴിവാക്കിയതിനെ കുറിച്ചോ അറിയാത്ത കുറെ ആളുകൾ. അതേപോലെ തന്നെ എത്ര നമസ്കാരക്കാരാണ് അവർ നമസ്കാരത്തിൽ ഉറക്കം ഒഴിച്ചു എന്നല്ലാണ്ട് എന്ത് ഫലമാണുണ്ടായത്? നോക്കൂ നിങ്ങള്, ആ നിർവഹിക്കാൻ പോകുന്ന ആരാധനകൾക്കൊക്കെ എന്തുണ്ട്? ഒരു ചൈതന്യമുണ്ട്, ഒരു ഗാംഭീര്യമുണ്ട്. നിർവഹിക്കുന്ന നോമ്പിന് എന്തുണ്ട്? ആ നോമ്പെടുക്കുമ്പോ അതിൻ്റെതായ ചില മഹത്വങ്ങളും അതിൻ്റെതായ ലക്ഷ്യങ്ങളും തിരിച്ചറിഞ്ഞില്ല എങ്കിൽ, അറിയാതെ പോയാൽ ആ നോമ്പ് കൊണ്ട് കിട്ടേണ്ട ഫലം നമുക്ക് കിട്ടാതെ പോകും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നോമ്പിന്റെ പ്രതിഫലം ലഭിക്കാതെ പോകാനുള്ള കാരണം അവർക്ക് നോമ്പിനെ കുറിച്ച് അറിവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നോമ്പിനെ കുറിച്ച് ശരിയായ പഠനം നടത്തണം എന്നതാണ്. എന്താണ് നോമ്പ്? നമുക്കറിയാം. അത് നോമ്പ് എന്ന അർത്ഥം പറയാനുള്ള സൗം എന്ന അറബി പദത്തിന് ഭാഷയിൽ പറയുന്ന അർത്ഥം തടഞ്ഞു നിർത്തുക, പിടിച്ചു നിർത്തുക എന്നൊക്കെയാണ്. അത് പരമകാരുണ്യത്തിന് വേണ്ടി ഞാൻ ഒരു വ്രതം നടന്നിരിക്കുകയാണ്. അതിനാൽ ഇന്ന് ഞാൻ ഒരു മനുഷ്യനോടും സംസാരിക്കുകയില്ല തന്നെ. ആ പരിഹസിച്ച ആളുകളോട്, അതേപോലെ തന്നെ പ്രയാസം ഉണ്ടാക്കിയവരോട്, തന്നെ പിന്നെ പരിഹസിച്ച ആളുകളോട് പറഞ്ഞ വാചകമാണ് അവിടെ എടുത്തു പറയുന്നത്. അവിടെ പറഞ്ഞ സുഹൃത്തേത അതേ ഇബ്സാഖുമൻകലാം, അതേ മറിയമ്മയിൽ പറഞ്ഞതാണ് വാചകം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പ്രസവ സമയത്ത് ബനീസ്രായേൽ പരിഹസിച്ച് പറഞ്ഞതിനുള്ള മറുപടിയായിട്ടാണ് പറഞ്ഞത്. അവിടെ കാണാം, അവരെ സംസാരം പിടിച്ചു വെക്കുക, റമദാനിലെ നോമ്പും പിടിച്ചു വെക്കലാണ്. ഭക്ഷണപാനീയങ്ങള്, ലൈംഗികത, മോശമായ സംസാരങ്ങള് എന്നിവയിൽ നിന്ന് പിടിച്ചു വെക്കലാണ് എന്ന് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. ഇനിയോ ഇസ്ലാമിലെ നോമ്പെന്ത? ഇസ്ലാമിന്റെ ആദ്യമായി നിർബന്ധമാക്കിയ നോമ്പ് ആശൂറ നോമ്പാണ്, നമുക്കറിയാം. അത് പിന്നെ നിർബന്ധം എന്ന വിധി ദുർബലമാക്കി റമദാൻ നോമ്പ് നിർബന്ധമാക്കി. അത് തന്നെ എല്ലാവർക്കും നിർബന്ധമായിരുന്നില്ല, തെരഞ്ഞെടുക്കാൻ അധികാരം ഉണ്ടായിരുന്നു. അത് ഇഷ്ടമുള്ളവർക്ക് നോമ്പ് നോക്കാം, അല്ലെങ്കിൽ അന്നം കൊടുത്ത് ഒഴിവാക്കാമായിരുന്നു. നോമ്പെടുക്കലാണ് ഉത്തമം എന്ന് പറഞ്ഞു. അതേ സൂറത്തുൽ ബഖറയിലെ ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ആയത്തിറങ്ങിയതോട് കൂടി എന്ത് സംഭവിച്ചു? ആ തെരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന വിധി ഉയർത്തപ്പെട്ടു. ഫമൻ ശഹിദ മിൻകും ശഹർ ഫല്യസും. അതെ, ആരും സാക്ഷികളായിട്ടുണ്ടായോ, ആ റമദാൻ പ്രവേശിച്ചുവോ, അവർ നോമ്പെടുത്തു കൊള്ളട്ടെ എന്ന വിധിയാണ് പിന്നീട് അവിടെ നിർബന്ധത്തിലേക്ക് കടന്നു വന്നത്. അതേ സഹോദരങ്ങളെ, ആർക്കെല്ലാമാണ് നോമ്പ് നമുക്കറിയാം. മുസ്ലിമായിരിക്കണം, പ്രായപൂർത്തിയായിരിക്കണം, ബുദ്ധിയുള്ളവരായിരിക്കണം, യാത്ര ഇല്ലാത്തവരായിരിക്കണം, ആരോഗ്യമുള്ളവരായിരിക്കണം, അതേപോലെ തന്നെ ആർത്തവം പോലെയുള്ളതിന് ശുദ്ധിയുള്ളവരായിരിക്കണം. ഇവരൊക്കെയാണ് നോമ്പ് നോക്കാൻ നിർബന്ധമാക്കപ്പെട്ട ആളുകൾ. എപ്പോഴാണ് നോമ്പ് ആരംഭിക്കുന്നത് അത് നമുക്ക് കൃത്യമായി അറിയാൻ വിശദീകരിക്കേണ്ടതില്ല. മാസം കാണാം, ഇല്ലെങ്കിൽ ആ മാസം എന്തായിരിക്കണം? റമദാൻ തൊട്ടുള്ള മാസം 30 തീർക്കണം എന്നുള്ളതാണ്. മാസം കാണുക എന്നുള്ളതാണ്. അതേപോലെ സംശയത്തിന്റെ ദിവസത്തെ നോമ്പെടുക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. അങ്ങനെ നോമ്പെടുക്കുന്നതിനോ അബുൽ ഖാസിം ധിക്കരിച്ചുവെന്ന് പഠിപ്പിച്ചു. അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങള്. അതേപോലെ തന്നെ റമദാൻ 1, 2, 3 ദിവസം മുമ്പ് നിങ്ങൾ ചെയ്യാൻ പാടില്ല, നോമ്പെടുക്കാൻ പാടില്ല. അതായത് ആ മാസത്തിൽ തുടർച്ചയായി നോമ്പെടുക്കുന്നവർ ഒഴികെ ആ സമയം വരെ മാത്രം നോമ്പെടുക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. അതോടൊപ്പം തന്നെ മാസം വരെ കണ്ടാലുള്ള പ്രാർത്ഥനകളെ കുറിച്ച് നമുക്ക് എന്തായിട്ട് അറിയാം. അതോടൊപ്പം തന്നെ നിയ്യത്തുമായി ബന്ധപ്പെട്ടും നോമ്പും നിയ്യത്തുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. ഒരു കാര്യം പ്രവർത്തിക്കാൻ തീരുമാനം എന്നൊക്കെയാണല്ലോ അതിന് അർത്ഥം വരുന്നത്. അത് നിയ്യത്തിന്റെ സ്ഥാനം ഹൃദയമാണ്. ഹൃദയമാണ് അതിന്റെ സ്ഥാനം എന്ന് നമുക്കറിയാം. നാവുകൊണ്ട് ഉച്ചരിക്കലോ പറഞ്ഞതോ അല്ല എന്നതുകൂടി കൃത്യമായി നമ്മെ പഠിപ്പിച്ചു. ഓരോ കർമ്മങ്ങളും സ്വീകരിക്കണമെങ്കിൽ നിയ്യത്തുണ്ടായിരിക്കണമെന്ന് പഠിപ്പിച്ചു. നോമ്പിന്റെ നിയ്യത്തോ അത് രാവിലെ തന്നെ ഉണ്ടായിരിക്കണം. അത് പതിവിന്റെ അതാണ് ബാങ്കിൽ കൊടുത്ത ശേഷം
ശേഷം നിയത്ത് വെച്ചാൽ അത് കാര്യമില്ല, മറിച്ച് അത് മുമ്പ് തന്നെ നിയത്ത് ഉണ്ടായിരിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചു. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നിർബന്ധ നോമ്പിന് ഫജ്റിന് മുമ്പ് തന്നെ നിയത്ത് വേണം എന്നുള്ളതാണ്. സൂര്യൻ അസ്തമനത്തിന് ശേഷം സുബഹിന് മുമ്പ് ബാബറിന് മുമ്പ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നിയത്ത് വെക്കാവുന്നതാണ്. രാത്രി കിടക്കാൻ പോകുമ്പോഴോ സുബഹിക്ക് മുമ്പോ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോഴോ ഒക്കെ നിയത്ത് വെക്കണം എന്നതാണ്. നമ്മുടെ നാട്ടിൽ വ്യാപകമായി കാണുന്ന പോലെയുള്ള ആ ഒരു സമ്പ്രദായമല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒരാൾ ചൊല്ലിക്കൊടുക്കുകയും മറ്റുള്ളവർ ഏറ്റുപറയുകയും ചെയ്യുന്ന ആ ഒരു സ്വഭാവത്തിലേക്കല്ല നാം എത്തേണ്ടത് എന്നത് കൂടി കൃത്യമായി നമ്മൾ അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തില് നാം ആഗ്രഹിക്കേണ്ടത് ഈ വിശുദ്ധമായ റമദാനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വളരെ സുപ്രധാനമായ കാര്യങ്ങള് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. വിശുദ്ധ റമദാനിലൂടെ ഈ നിയത്തുമായി ബന്ധപ്പെട്ടും അതിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടും അത് എപ്പോഴൊക്കെ ഏതൊക്കെ രൂപത്തിലായിരിക്കണമെന്നതും അതോടൊപ്പം ആരൊക്കെയായി നോമ്പെടുക്കണമെന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ കൃത്യമായി പഠിപ്പിച്ച വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന വസ്തുതകളെ ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. നോക്കൂ നിങ്ങളെ, നോമ്പ് തുറക്കലുമായി ബന്ധപ്പെട്ട് എപ്പോൾ നോമ്പ് തുറക്കേണ്ടത് അത് കൃത്യമായി പറഞ്ഞു തന്ന വഴികളുണ്ട്. രാത്രി മുന്നിട്ട് വരികയും പകൽ പിൻവാങ്ങുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്താൽ നോമ്പുകാരന് നോമ്പ് തുറക്കാം എന്നുള്ളതാണ്. ബാങ്ക് അറിയിപ്പ് മാത്രമാണ്. സമയമായാൽ നോമ്പ് തുറക്കലാണ് അതിനാവശ്യമായിട്ടുള്ളത്. അനാവശ്യമായ സൂക്ഷ്മത വേണ്ടതില്ല. അത് അപ്പുറത്തത് കഴിയട്ടെ, ഇവിടുത്തെ വാങ്ങി കേൾക്കട്ടെ, അത് ആ വാങ്ങി കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദീർഘിപ്പിച്ചു പോകുന്നത് ഒരിക്കലും വിശ്വാസിക്ക് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കുക. സമയമായാൽ നോമ്പ് തുറക്കലാണ്. മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്റഹന്നാസി ഇഫ്താർ വഅബ്താഹും സുഹൂറ. അതേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ സ്വഹാബികൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ നോമ്പ് തുറക്കുന്നവർ, ഏറ്റവും താമസിപ്പിച്ചെത്താൻ കഴിക്കുന്നവരുമായിരുന്നു. അപ്പൊ നോമ്പ് എത്രയും വേഗത്തിൽ സമയമായാൽ തുറക്കലാണ് കൃത്യമായി നമ്മെ പഠിപ്പിച്ചത്. അമ്പിയാക്കളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് തഅഖീറുൽ ഇഫ്താർ വതഅഖീറുസ് സുഹൂർ വസ്സിവാക്ക്. മൂന്ന് കാര്യമാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? അവർ ഇഫ്താർ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുകയും അത്താഴം വൈകിപ്പിക്കുകയും അതേപോലെ തന്നെ പല്ല് തേക്കുന്നവരുമായിരുന്നു എന്ന് സ്വഹാബാക്കളെ പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞൊരു സ്വഭാവമായിക്കൊണ്ട് എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അമ്പിയാക്കളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അതെ, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം അവർ നന്മയിലായിരിക്കുമെന്നും പഠിപ്പിച്ചു. അതുകൊണ്ട് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തില് ആ വിശുദ്ധ റമദാനിലൂടെ കടക്കാൻ അവസരം കാത്തിരിക്കുമ്പോ ഏതാനും ദിവസം കൂടി കഴിഞ്ഞാൽ അഥവാ അടുത്ത വെള്ളിയാഴ്ച നമ്മളൊക്കെ വിശുദ്ധ റമദാനിലാണ്. ഒന്നോ രണ്ടോ നോമ്പിലൊക്കെ ആയിരിക്കാം. എന്തായിരിക്കാം ഇൻഷാ അല്ലാഹ് നാം മനസ്സിലാക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് നോമ്പിന്റെ എല്ലാ വശങ്ങളെയും കൃത്യമായി അറിയുന്നവരും മനസ്സിലാക്കിയവരുമാണ് നമ്മളൊക്കെ. എങ്കിലും നമ്മൾ ജീവിതത്തിൽ വന്നു പോകുന്ന നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നു പോകുന്ന പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളും പ്രയാസങ്ങളും പലപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഏറെ ദുഃഖകരമായ ഒരവസ്ഥ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം എന്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴവുമായി ബന്ധപ്പെട്ട പറഞ്ഞ അതിന്റെ സമയത്തിന്റെ സമയം പറഞ്ഞങ്ങനെ അത് കൃത്യമായി നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സമയം ബാക്കി ഉണ്ടായിരുന്നത് ഒരു 50 ആയത്തോളം സമയം ക്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അത്രമാത്രം വൈകിയായിരുന്നു അത്താഴം കഴിച്ചിരുന്നത് എന്നത് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്ന വരികള് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയങ്ങളിലൊക്കെ കൃത്യമായ സൂക്ഷ്മതയും അതിലേക്കുള്ള കാഴ്ചപ്പാടുകളും നമ്മൾ സ്വീകരിക്കേണ്ടവരാണ്. അതോടൊപ്പം നോമ്പ് തുറക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്ന് പഠിപ്പിച്ചു. നമുക്കറിയാവുന്ന വിഷയങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ഏതാനും ഭാഗമായ പഴുത്ത് ഭാഗം ഈത്തപ്പഴം ഉപയോഗിച്ച് നോമ്പ് തുറക്കാറുണ്ടായിരുന്നു. ഇനി പഴുത്ത ഈത്തപ്പഴം ലഭ്യമല്ലെങ്കിലോ തമർ അഥവാ ഉണങ്ങിയ ഈത്തപ്പഴം കൊണ്ട് അദ്ദേഹം നോമ്പ് തുറക്കുമായിരുന്നു. ഇനി അതുമില്ലെങ്കിലോ ഏതാനും ദാഹജലം കൊണ്ട് കുടിച്ചുകൊണ്ട് അദ്ദേഹം നോമ്പ് തുറക്കുമായിരുന്നു എന്ന് അബൂദാവൂദിലെ ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നാം ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നോമ്പ് തുറക്കുമ്പോഴും അത്താഴത്തിന്റെ സമയമൊക്കെ വളരെ സുപ്രധാനമായ സമയമാണ്.
വിലപ്പെട്ട സമയമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഏറെ ധന്യമായ മുഹൂർത്തങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്താഴത്തിന്റെ സമയത്തും അതേപോലെ നോമ്പ് തുറക്കുന്ന സമയത്തുമുള്ള പ്രാർത്ഥനകളെ നാം ഒരിക്കലും അവഗണിക്കാതിരിക്കുക. സമയബന്ധിതമായി ശുഷ്കാന്തിയോടുകൂടി അറിഞ്ഞുകൊണ്ട് നമുക്ക് നിർവഹിക്കാൻ കഴിയേണ്ടതുണ്ട്. അതേ ആ കാലക്കയോ ആ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയായി കൊണ്ട് പഠിപ്പിച്ചത് നോക്കൂ നിങ്ങൾ, എന്താണ് ദാഹം പോയി, ഞരമ്പുകൾക്ക് ഉണർവ് ലഭിച്ചു, അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പായി എന്ന് പഠിപ്പിക്കുന്ന ആ ഒരു പ്രാർത്ഥന നമ്മെ സംബന്ധിച്ചിടത്തോളം വിസ്മരിക്കാതിരിക്കാൻ നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വിശുദ്ധ റമദാനാകുമ്പോ ഒരുപാട് പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ പറ്റിയ സമയത്തും നല്ല സുവർണാവസരമാണല്ലോ. അതുകൊണ്ട് മറ്റൊരാൾ നോമ്പ് തുറപ്പിക്കുന്ന വിഷയത്തിലും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യകരമാണ് മറ്റൊരാൾ നോമ്പ് തുറപ്പിക്കൽ. എത്രത്തോളം എന്ന് വെച്ചാൽ ആ നോമ്പുകാരുടെ പ്രതിഫലം തന്നെ നോമ്പ് തുറപ്പിച്ചയാൾ ലഭിക്കുന്നതാണ് എന്നും വ്യക്തമായി പഠിപ്പിക്കുന്ന വരികൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും ആ നോമ്പ് നോട്ടങ്ങളുടെയോ അല്ലെങ്കിൽ തുറപ്പിച്ചതൊന്നും യാതൊരു വിധത്തിൽ കുറച്ചതുമില്ലാതെ വ്യക്തമായി കൊണ്ട് ആ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാണ്, അദ്ദേഹം ദരിദ്രരോടൊപ്പമല്ലാതെ നോമ്പ് തുറക്കാറുണ്ടായിരുന്നു എന്ന പാവപ്പെട്ടവരുടെ കൂടെയാണ് ആ സ്വഹാബി നോമ്പ് തുറക്കാറുണ്ടായിരുന്നത്. ആരെങ്കിലും ഭക്ഷണം ചോദിച്ചു വന്നാലോ തന്റെ മുന്നിലുള്ള വിഭവങ്ങൾ അവർക്ക് നൽകും. അദ്ദേഹം തിരികെ വരുമ്പോഴേക്കും വീട്ടുകാർ ബാക്കി ഭക്ഷണം കഴിച്ച് തീർന്നിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ ആവശ്യക്കാർക്ക് കൊടുക്കുന്നതിന് താല്പര്യം കാണിച്ചത് എന്ന് കൃത്യമായി കാണാൻ സാധിക്കും. സ്വലഫുകളും നൽകിയ പാഠമല്ല, അവർ നോമ്പ് തുറപ്പിച്ചപ്പോൾ ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങള് രഹസ്യമായി നൽകുക എന്നുള്ളതാണ്. ഇന്ന് നമുക്കതിന് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ആരാരും അറിയാതെ നമുക്ക് നിർവഹിക്കാവുന്ന, രഹസ്യമായി നിർവഹിക്കാവുന്ന സംവിധാനങ്ങൾ ഇഷ്ടം പോലെയാണ് വിശ്വാസികളെ. അതുകൊണ്ട് തന്നെ ദരിദ്രരുടെ വീടുകളിൽ അവർ ഭക്ഷണം എത്തിച്ചിരുന്നു ആ സമയങ്ങളിലെല്ലാം. അതേപോലെ തന്നെ മുൻകൈ നൽകുക എന്നത് തങ്ങൾക്ക് വശപ്പുണ്ടാകുമ്പോഴും മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക എന്നതിനും കൃത്യമായ കാഴ്ചപ്പാടുകൾ സലഫുകൾ സ്വീകരിച്ചിരുന്നു. അതേപോലെ തന്നെ നല്ല ആളുകളെ നോമ്പുകാരന് നോമ്പ് തുറപ്പിക്കുക എന്നതും സദ്വൃത്തരായ ആളുകളെ നോമ്പ് തുറപ്പിക്കുന്നത് വഴി അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം തനിക്ക് ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചു. എന്ന് ജാലകൾക്ക് വേണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ വേണ്ടിയും ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്താണ് കൂടുതൽ ആൾക്കാരുണ്ടായത്, ഈ ഭാഗത്താണ് കൂടുതൽ ആളുകൾ നോമ്പറക്കാനുണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകയും കുത്തുകയും ആക്ഷേപങ്ങൾ ചരങ്ങളുമായി കൊണ്ടാണ് പലപ്പോഴും നോമ്പ് തുറപ്പിക്കുന്ന ആൾ പരിപാടി സംഘടിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന സ്വഭാവത്തിലേക്കാണ് നോമ്പ് തുറപ്പിച്ചവർ തമ്മിലുള്ള പ്രശ്നങ്ങളായി മാറുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് ആൾക്കാരുണ്ടായിരുന്നു എന്ന് അഭിമാനം പറയാനും അഭിമാനം കൊള്ളാനും ചക്കൂറ്റം കാണിക്കാനും അഹംഭാവം നടിക്കാനും ഒക്കെയാണ് ഇന്ന് നോമ്പ് തുറപ്പിക്കുന്ന മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അത്തരം നോമ്പ് കൊണ്ട് യാതൊരു ഫലമില്ല എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അഥവാ അത്തരം നോമ്പ് തുറപ്പിക്കുന്ന പരിപാടികളെ അവസാനിപ്പിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. കാരണം നോമ്പിന്റെ ചൈതന്യത്തെ നഷ്ടപ്പെടുത്തും വിധമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, നോമ്പ് തുറപ്പിക്കാൻ ഒരാളെ കിട്ടിയോ അൽഹംദുലില്ലാ, രണ്ടാളെ കിട്ടിയോ അതും മതി. കുറെ ആളെ കൂട്ടിയിട്ട് അവിടെ ഉള്ള മറ്റുള്ളവർക്കൊക്കെ അത് എന്താ പറയുക സമ്പ്രദായം മറ്റ് കാര്യങ്ങൾക്ക് തടസ്സമാകുന്നത് അവർ ഇബാദത്തിൽ പോലുമായി മാറുന്നെങ്കിൽ പിന്നെ ആ നോമ്പ് കൊണ്ട് എന്ത് ഫലമാണുള്ളത്? ആ തുറപ്പിച്ചതിന്റെ കാര്യത്തിൽ പ്രയാസം എത്രയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നത് നമ്മൾ സ്വീകരിക്കാവുക, നമ്മുടെ വിവാഹങ്ങൾക്ക് ഒരിക്കലും തടസ്സം വരാത്ത വിധമായിരിക്കണം. അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയുണ്ടാവേണ്ടതിനു കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വിശുദ്ധ റമദാനിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണല്ലോ തറാവീഹ് നമസ്കാരം. അതേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട റമദാൻ മാത്രമുള്ള ആരാധനയല്ല അത്. എങ്കിലും അത് റമദാനിൽ ചില പ്രത്യേകത ഉണ്ട്. അതിന് രാത്രി നമസ്കാരത്തിന് മഹത്വം അറിയാതെ നമ്മള് ആ നമസ്കാരത്തിൽ ധാരാളം മഹത്വങ്ങള് ഹദീസിൽ കാണാൻ സാധിക്കും. ഒന്ന്, നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതാ? അത് അവിടെ പറഞ്ഞു കാല സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരമാണ്. നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതാ? രാത്രി നമസ്കാരമാണ് പഠിപ്പിച്ചു. അതേപോലെ തന്നെ
വഅഫ്ദൽ സ്വലാത്തി ബഅദൽ ഫരീദ സ്വലാത്തുൽ ലൈൽ. ഏറ്റവും പുണ്യമുള്ള നോമ്പ് അല്ലാഹുവിന്റെ മാസം മുഹറത്തിലുള്ളതാണ്. നമസ്കാരം ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി നമസ്കാരമാണെന്ന് പഠിപ്പിച്ചു ഇമാം മുസ്ലിമിന്റെ ഹദീസിലൂടെ. ആ നമസ്കാരത്തിന്റെ പോലീസാണ് പറഞ്ഞത്. എത്ര നമസ്കരിക്കണം ശരികരിക്കേണ്ടതില്ല. ഇനി റമദാൻ വരുമ്പോഴാണ് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ തറാവീഹുമായി ബന്ധപ്പെട്ട് അതിന്റെ എണ്ണത്തെ കുറിച്ച് തർക്കങ്ങളാണ്. പിന്നെ എപ്പോഴും വിശദീകരണങ്ങളായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അതുമാത്രം ചർച്ച ചെയ്യുന്ന ഒരു വേദിയായി പലപ്പോഴും റമദാൻ വരുമ്പോൾ ഉണ്ടാവാറുണ്ട്. വിശ്വാസികളെ തർക്കത്തിൽ ഇളമില്ലാത്ത വിധം ഇമാം ബുഖാരി മുസ്ലിം ധരിക്കുന്ന ഹദീസ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അത്തൻ. ആയിഷ റളിയല്ലാഹു ധരിക്കുന്ന ഹദീസാണ്. എന്തിനാ നമുക്ക് തർക്കിക്കേണ്ട ആവശ്യം? എന്തിനാ അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യം? മഹാന്മാരോ സഹായിമാരോ നമസ്കരിച്ചുവോ അങ്ങനെയൊക്കെ തർക്കങ്ങളുടെ ആവശ്യം എവിടെ കിടക്കുന്നു? 4 ഇമാമികൾക്കും പോലും ഏറ്റവും പ്രധാനപ്പെട്ട കൗലെന്താ? സംഗതിയൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്നത് ഈ ഹദീസ് തന്നെ. പക്ഷെ അവരൊക്കെ ഫിഖ്ഹിന്റെ മസ്അലകൾ പിന്നാലെ പോയി പല വിഷയങ്ങൾക്ക് വഴിമാറിയത് വിഷയം കൂടിയാണ്. പക്ഷെ നമുക്ക് അതല്ല പ്രമാണം. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പ്രമാണം ഏതാ? പ്രവാചകന്റെ ഹദീസാണല്ലോ. ആ പ്രവാചകന്റെ ഹദീസ് ഇത്തരത്തിൽ കാര്യം അത് പ്രവാചകന്റെ കൂടെയുള്ള നമ്മുടെ ഉമ്മയായ ആയിഷ ആ ഹദീസ് ഉദ്ധരിക്കുമ്പോ പിന്നെ എന്തിനൊക്കെ തർക്കിക്കേണ്ട ആവശ്യം? അത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണല്ലോ. നോക്കൂ നിങ്ങള്. എന്നിട്ട് പിന്നെ തർക്കിച്ചു കൊണ്ടിരിക്കേണ്ട ആവശ്യം നമുക്ക് എന്ത്? നമ്മൾ നമസ്കാരം നോമ്പുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളും നിഷ്ഫലമാക്കുന്ന വിഷയങ്ങളിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അത് നമസ്കരിക്കേണ്ട രീതി നമുക്കറിയാം അല്ലെ? 20 റക്അത്ത് വീതമാണെന്ന് കൃത്യമായി നമുക്കറിയാം. അതോടൊപ്പം തന്നെ ആ ഒരു വിഷയത്തിന്റെ കൃത്യത ഒന്നുകൂടി അടിവരയിടട്ടെ. നമ്മുടെ ആഹാര പാനീയങ്ങളുടെ അത് അങ്ങേയറ്റം അമിതമായി പോയി കഴിഞ്ഞാൽ അത് സുബഹിയാണെങ്കിലും ശരി, അതേപോലെ തറാവിമാണെങ്കിലും ശരി, ഒക്കെ നട്ടപ്പോഴും വിധമുള്ള കാര്യങ്ങളിലേക്ക് പലപ്പോഴും കടന്നു പോകാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഒരു സൗകര്യം ചെയ്തുകൂടെ? എന്നാലും ഇതൊക്കെ ഇങ്ങോട്ട് പറയും. നമ്മുടെ സഹോദരിമാരും നമ്മുടെ ഭാര്യമാരും പറയും നമുക്ക് റമദാൻ ആയി കഴിഞ്ഞാല് വിഭവങ്ങളൊക്കെ കുറക്കാമെന്ന് പറയും. പക്ഷെ എന്നാലും ആ ദിവസം എന്താ പറയാ? ആദ്യത്തെ നോമ്പല്ലേ, ലേശം ഇറച്ചി വാങ്ങിക്കൂടെ, 10 ഉണ്ടാക്കാമായിരുന്നു എന്നൊക്കെയാണ്. വിശ്വാസികളെ പരമാവധി നമ്മള് വിഭവങ്ങൾ കുറച്ചാൽ നമ്മുടെ ആരാധനകൾക്ക് കുറച്ചുകൂടി ഊർജ്ജസ്വലതയും ഒരാത്മാർത്ഥതയും ആ നിലക്കുള്ള എന്താ പറയാ ആ ഒരു പക്വതയും അതേപോലെ തന്നെ അതിനുള്ള കാമ്പിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, നോമ്പ് അത്താഴം കഴിക്കുന്നത് ഒരു കുറച്ച് ഈത്തപ്പഴം വെള്ളം മാത്രമാക്കിയാൽ എത്രമാത്രം സൗകര്യമാവും. അതേപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോഴും അതൊന്ന് കുറച്ചുകൂടി പരമാവധി കുറച്ചാൽ എത്രമാത്രം സൗകര്യമാകും. നമുക്ക് വിഭവങ്ങളെ കൊണ്ട് കറന്ന് ഒമിഞ്ഞു കൂട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല. വിശുദ്ധ റമദാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ മാസമാണെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ ലളിതമാക്കാൻ സാധിച്ചാൽ, ഏറ്റവും ഭംഗിയാക്കാൻ സാധിച്ചാൽ നമുക്ക് അവിടെയുള്ള ഇബാദത്തുകളെയും ഒക്കെ ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കും. അവിടെയാണ് വിശുദ്ധ ഖുർആന്റെ പാരായണം നടക്കുന്നത്. ആലോചിച്ച് നോക്കി എത്ര ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്നുണ്ട്. അള്ളാഹുവിന്റെ കലാമാണല്ലോ. എന്താണ് ഖുർആൻ നമ്മൾ തമ്മിലുള്ള ബന്ധം? എപ്പോഴാണ് നാം ഖുർആൻ പാരായണം ചെയ്യുന്നത്? അള്ളാഹു ചിലരെ ഉയർത്തും, ചിലരെ താഴ്ത്തും. ഇന്നല്ലാഹ യർഫഉ ബിഹാദിൽ കിതാബി അഖ്വാമൻ വയദഉ ബിആഖരീൻ. അതെ, നാം ഉയർച്ച ലഭിച്ചവരാണോ അതേ താഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണോ? വിശുദ്ധ റമദാനിന്റെ ആ കഴിഞ്ഞ റമദാനിൽ ബോധ്യവരായിരുന്നു നമ്മൾ. അതിന്റെ ഇത്രയും ഗ്യാപ്പ് നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്തവരായിരുന്നു നമ്മൾ എങ്കിൽ ഈ ഹദീസ് നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഇന്നല്ലാഹ യർഫഉ ബിഹാദിൽ കിതാബി അഖ്വാമൻ വയദഉ ബിആഖരീൻ. ചില ആളുകൾ അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങൾ ഉയർത്തും, മറ്റു ചിലർ അല്ലാഹു താഴ്ത്തും എന്നാ പറഞ്ഞത്. അതുകൊണ്ട് വിശ്വാസികളെ ആ വിശുദ്ധ ഖുർആനുമായി അഭേദ്യമായി ബന്ധമുണ്ടാക്കേണ്ട അതിന്റെ ആഘോഷമാസം കൂടിയായ നോമ്പ് ഖുർആൻ അഭേദ്യമായി ബന്ധമുള്ള വിശ്വാസികളെ അത് തിരിച്ചറിയാനും അത് ആ രൂപത്തിൽ തന്നെ ഗൗരവത്തെ നാം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഖുർആനെ മുന്നിൽ വെച്ചവരാല അതെ അൽ ഖുർആൻ ശാഫിഉൻ മുശഫഉൻ മാ ജല്ല മുസദ്ദഖുൻ മൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന വമൻ ജഅലഹു ഖൽഫഹു സാഖഹു ഇലൻ നാർ. എന്താ പറഞ്ഞത്? ഖുർആനിനെ പരലോകത്ത് ശുപാർശകൻ അനുവാദം നൽകും,
അതേ ശുപാർശ ചെയ്യും. ഖുർആനിനെ മുന്നിൽ നിർത്തിയവരെ ഖുർആൻ സ്വർഗ്ഗത്തിലേക്ക് നയിക്കും, പിന്നിൽ നിർത്തിയവരെന്താവും നരകത്തിലേക്ക് നയിക്കുമെന്നാണ് ആ ഹദീസുകളെ പഠിപ്പിക്കുന്നത്. അഥവാ വിശുദ്ധ ഖുർആനുമായി കൊണ്ട് നമുക്ക് അടങ്ങാത്തൊരു ബന്ധം ഉണ്ടാവണം. ഒരു 1-2 സൂറത്തെങ്കിലും അർത്ഥസഹിതം വായിച്ചു പഠിക്കാൻ, അതേപോലെ തന്നെ ഹിഫ്ളാക്കാൻ, അതേപോലെ തന്നെ ധാരാളമായി കൊണ്ട് പാരായണം ചെയ്യാനൊക്കെ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഇമാം സുഹൈൽ റഹ്മത്തുള്ളാഹി പറയാണ്, റമദാൻ എന്നാൽ ഖുർആൻ പാരായണത്തിന്റെയും ഭക്ഷണം നൽകുന്നതിന്റെ മാസമാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, റമദാൻ പ്രവേശിച്ചാൽ ഹദീസ് ക്ലാസുകളും ഖുർആൻ ക്ലാസുകളും മാറ്റിവെക്കും, എന്നിട്ട് മുസ്ഹഫ് എടുത്ത് പാരായണത്തിൽ ഒഴുകുമെന്നാണ് പഠിപ്പിക്കുന്നത്. അതോടൊപ്പം പറയാണ്, എല്ലാ 7 ദിവസങ്ങളിലും ഖുർആൻ ഖത്മ തീർത്തിരുന്ന അദ്ദേഹം റമദാൻ വന്നാലോ അത് 3 ദിവസത്തിൽ ഒരിക്കലാക്കും. അവസാനം 10 വന്നാലോ എല്ലാ രാത്രിയും അദ്ദേഹം ഖത്മ തീർക്കുമായിരുന്നു, ഖുർആൻ ഓതി തീർക്കുമായിരുന്നു എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. അവിടങ്ങളിലൊക്കെ അത് കൃത്യമായി ഉൾക്കൊള്ളാൻ, അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഭക്ഷണത്തില് അമിതത്തെ കൊണ്ട് കുറക്കേണ്ടതുണ്ട്. അഥവാ ഭക്ഷണത്തിൽ വിരുദ്ധമില്ലായ്മ തിരിച്ചറിയേണ്ടതുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് അമിതമായ ഭക്ഷണം കഴിക്കുകയും വിഭവങ്ങളെ എണ്ണം കൂട്ടുകയും ചെയ്യുന്നത് ഒരു ശീലമായി മാറിയിട്ടുണ്ട്. ഇത് രാത്രി നമസ്കാരങ്ങളിൽ വളയുണ്ടാക്കാനും ശാരീരികമായ അസ്വസ്ഥതകൾക്കും കാരണമാകുന്നു. നമുക്കറിയാം, മാരുവാൻ കൊടുത്തു കഴിഞ്ഞാൽ, നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഇശാക്ക് ബാങ്ക് കൊടുത്ത് തറാവീഹിന് വരുന്ന സമയം അപ്പോഴാണ്, ആ ഇശാ നമസ്കാരത്തിന് ഒരു സമയം അപ്പോഴാണ് പലപ്പോഴും നമുക്ക് ജമാഅത്ത് നഷ്ടപ്പെടുകയാണ്. വിശ്വാസികളെ, ഈ വിശുദ്ധ റമദാൻ നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം, ഒരു ജമാഅത്ത് നമസ്കാരവും അതേപോലെ തറാവീഹ് നമസ്കാരങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരു കർമ്മങ്ങളും സമയബന്ധിതമായി നഷ്ടപ്പെടുകയില്ല എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ടായിരിക്കണം. എങ്കിലേ ആ നോമ്പ് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ അവിടെയാണ് അതിന്റെ വിജയം എന്നത് നാം തിരിച്ചറിയുക. നോമ്പിന്റെ ലക്ഷ്യമായ ആളുകളുടെ ജീവിതത്തിന് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തടസ്സമായി വരാൻ കാരണമുള്ളത് അമിതത്വം എന്ന് പറയുന്നത്. അതേ, അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് രാത്രി നമസ്കാരത്തിന് ശേഷമുള്ള അനാവശ്യ കൂട്ടുചേരലുകൾ ഉണ്ടല്ലോ. അതെ, നമസ്കാരം കഴിഞ്ഞ് പോയാൽ പിന്നെ ബസ് സ്റ്റാൻഡുകളിലും ബസ് സ്റ്റോപ്പുകളിലും അതേപോലെ തന്നെ നാടുകളിലും കവറുകളിലുമെല്ലാം അനാവശ്യ സംസാരങ്ങൾ ഏർപ്പെടുന്നത് പലരുടെയും പതിവാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, ഇത് നമ്മുടെ അന്ത്യയാമങ്ങളിലെ പ്രാർത്ഥനകളെയും അത്താഴത്തിന്റെയും സുബഹിയുടെയും നമസ്കാരത്തെ പോലും ബാധിക്കുന്നു എന്നുള്ളതും നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒന്നാമത്തെ സ്റ്റെപ്പായി പറഞ്ഞത്, അറിഞ്ഞുകൊണ്ട് കർമ്മങ്ങളെ സമ്പന്നമാക്കാൻ കഴിയണം. അറിഞ്ഞുകൊണ്ട് കർമ്മങ്ങളെ സമ്പന്നമാക്കാൻ കഴിയണം. അറിഞ്ഞുകൊണ്ട് ആ കർമ്മങ്ങളെ അങ്ങനെ ആക്കാൻ സാധിച്ചാലോ വിശുദ്ധ റമദാനിന്റെ ഉന്നത പകലുകളെ, അതിന്റെ യാമങ്ങളെ, ദിവസങ്ങളെ, സമയങ്ങളെ പലപ്പോഴും അനാവശ്യ സംസാരങ്ങളിലാണ്. രാഷ്ട്രീയപരമായ, അല്ലെങ്കിൽ മതപരമായ, അല്ലെങ്കിൽ മറ്റു ഭൗതികമായ സംസാരങ്ങളിലൂടെ കടന്നുപോയി മറ്റുള്ളവരിലേക്ക് ചാർത്തി യേശുവിൻ പരമൂച്ചനുമായി കൊണ്ട് അവസാനം കൂട്ടിക്കുഴച്ച് സലാം പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഒരു സ്വഭാവമാണെങ്കിൽ ആ നോമ്പ് കൊണ്ട് നമുക്ക് യാതൊരു ഫലമില്ല എന്ന് നാം തിരിച്ചറിയണം. വെറുതെയാണ് നോമ്പ്. അതാ ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കേണ്ടതില്ല. എന്ത് സംസാരം നിയന്ത്രിക്കുന്നില്ല എങ്കിൽ, അനാവശ്യ സംസാരം നിയന്ത്രിക്കുന്നില്ല എങ്കിൽ അത് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. അതോടൊപ്പം വിശ്വാസികളെ, സമയമുണ്ടല്ലോ. ഷോപ്പിംഗ് എന്ന് പറയുന്ന സംഗതി വിശുദ്ധ റമദാനിന്റെ അവസാനത്തിലേക്ക് അല്ലാഹു പുണ്യങ്ങളുടെ കലവറയായി നീട്ടിവെച്ച ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നത്. പക്ഷെ ആ സമയങ്ങളിലാണ് പലപ്പോഴും, ആ പുണ്യമേറിയ അവസാന പത്തിലാണ് പലപ്പോഴും ഇത്തികാഫ് പ്രാർത്ഥന മുഴുവൻ പകരം പെരുന്നാൾ വിപണികളിലും വസ്ത്രം വാങ്ങുന്ന തിരക്കിലുമായിരിക്കും പലരും. ലൈലത്തുൽ ഖദർ പോലുള്ള വലിയ ഭാഗങ്ങള് ഇതിനോട് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നോമ്പിന് മുമ്പ് തന്നെ വസ്ത്രങ്ങളൊക്കെ വാങ്ങി വെക്കാൻ നാം ശ്രദ്ധിക്കുക. കാരണം അവസാന നോമ്പിന്റെ സമയത്തുള്ള ആ വസ്ത്ര വിൽപ്പന ഉണ്ടല്ലോ, അതൊക്കെ പഴയ സ്റ്റോക്കാണ്. ഈ ടെക്സ്റ്റൈൽ കൊണ്ട് തള്ളരുത്. എന്നിട്ട് നമ്മൾ ആ സമയത്ത് പോയിട്ട് വാങ്ങാന് ഒക്കെ നല്ല മോഡലാണ് പറഞ്ഞ വാങ്ങണത്. വിശ്വാസികളെ, ടെക്സ്റ്റൈൽസുകാരുടെ ഒരു തന്ത്രമാണിത്, മാർക്കറ്റിന്റെ തന്ത്രമാണിത്, ഒരു ടെക്നിക്കലാണിത്. ആ സമയമാകുമ്പോൾ പ്രത്യേകിച്ച് മാപ്പിളാണല്ലോ, മുസ്ലിങ്ങളാണല്ലോ, അവർക്കാണ് ഇല്ലാത്ത ഹരം.
ആ സമയത്ത് പോയി വാങ്ങലൊക്കെ കറങ്ങലൊക്കെ എല്ലാത്തിലും അത് ആർഭാടം ഉണ്ടാക്കല്. ഒരു കളിക്കല് മതിയാവുന്നില്ല, മറ്റൊരു കളിയിലേക്ക് ഓടുകയാണ്. എപ്പോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി അന്ത്യാമങ്ങൾ വരെ. എക്സൈസിന്റെ അവസാനത്തെ 10 എഴുതിക്കാതിരിക്കേണ്ട നല്ല സമയത്താണ് അവിടെ പോയി കറങ്ങി ആ അമിതകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, അവസാനത്തെ 10 ഷോപ്പിംഗ് ഒക്കെ നമ്മളൊക്കെ ഒഴിവാക്കിയാൽ ഏറ്റവും സമ്പന്നമായിക്കൊണ്ട് ആ വിശുദ്ധ റമദാനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് കർമ്മങ്ങളെ സ്ഥിരപ്പെടുത്താൻ, ഉപയോഗപ്പെടുത്താൻ നാം ശ്രമിക്കുക. ആ സ്വഹാബിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞില്ലേ, അത് ഭൂമി പറ്റിയ സ്വഹാബി അവസാനം ഒതുണ്ടാക്കുന്നവർക്ക് ജനാപത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞിടത്ത് കാണാം. ഒളിച്ചു കഴിഞ്ഞപ്പോൾ മരണപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് അവരത് അറിയാത്തക്കാർ ചോദിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അറിയാത്തക്കാർ ചോദിക്കാതിരിക്കല് വലിയ അപകടമാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചുവെങ്കിൽ വിശ്വാസികളെ നാം അറിഞ്ഞുകൊണ്ട് കർമ്മങ്ങളെ സമ്പന്നമാക്കാൻ ശ്രമിക്കുക. ഓരോ വിഷയങ്ങൾ കൃത്യമായി നാം ഉൾക്കൊള്ളുക. അറിവില്ലാത്തതിന്റെ ഒരു ചൊല്ലി പറയാറുണ്ട്, പിന്നെ അറിവില്ലാത്ത അതിന്റെ ശത്രുവാണ് എന്ന, അറിവില്ലാത്തതിന്റെ ശത്രുവാണ് എന്ന. അതേ അറിവില്ലാത്തതിന്റെ ശത്രുവായി മാറിയാലോ അത് ഉണ്ടാക്കുന്ന ദുരന്തങ്ങള് വലിയ വലിയ പ്രയാസമായി മാറും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ റമദാനിനെ അറിഞ്ഞുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ, അതേ വരും ദിവസങ്ങളിലൂടെ പ്രാർത്ഥന നിരതമായി കഴിഞ്ഞുകൂടാൻ, നമ്മുടെ ജീവിതത്തിൽ ഇനി റമദാനിൽ കടക്കാൻ കഴിയുമോ, കടന്നാൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുമോ, ആരോഗ്യം ഉണ്ടാകുമോ, നമുക്ക് ആർക്കും അറിയില്ല. ഇന്നലെ പരിശോധിച്ച് നോക്കൂ, നമ്മുടെ കൂടെ ഒരു സഫിലുണ്ടായിരുന്ന പലരും ഇന്ന് കാണാനില്ല. അവർക്ക് അള്ളാഹുവിന്റെ വെളിപ്പുത്തരങ്ങളിൽ കടന്നുപോയവരാണ്. നമ്മുടെ കുടുംബത്തിലുള്ളവർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കള്, അതേപോലത്തെ കുടുംബത്തിൽ പല ആളുകൾ, മാതാപിതാക്കള്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മാഫറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെ നമ്മെ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഈ നമ്മളെ ഊഴമാണ് കാത്തിരിക്കുന്നത്. എപ്പോഴും കാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ചാൻസുകൾ, അവസരങ്ങളെ സമ്പന്നമാക്കാൻ, അറിഞ്ഞുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തരുന്ന ഇത്തരം അവസരങ്ങളെ അത് എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തഖീങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസ്ലിക്കും സാനിയ ബിത്തഖ്വ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു വിശ്വാസികളെ. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് ലഅല്ലകും തത്തഖൂൻ എന്നാണ്. സൂക്ഷ്മത ഉണ്ടാവാൻ വേണ്ടിയ, ഭക്തി ഉണ്ടാകാൻ വേണ്ടിയ. നമുക്ക് മാത്രമല്ല, നമുക്ക് കഴിഞ്ഞുപോയ സമുദായങ്ങളിലൊക്കെ നോമ്പുണ്ടായിരുന്നു. അത് അതിൻ്റെതായ കോലത്തിനും പാവത്തിനും ഒക്കെ ശ്രദ്ധേയമായിട്ട് അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആയത്ത് പറഞ്ഞപ്പോ കബിലിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെടുന്നത് പോലെ ലാലക്കും തത്തക്കൂൻ, അത് സൂക്ഷ്മത, ഭക്തി ഉണ്ടാവാനാണ് എന്നാണ്. അപ്പൊ നോമ്പ് എന്നത് നമുക്ക് ഭക്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വെച്ചുകൊണ്ടായിരിക്കാൻ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഓരോ സംസാരങ്ങളും, ഓട്ടവും, വാക്കും, പ്രവൃത്തിയും, വിചാര വികാരങ്ങളും ഒക്കെ നമ്മുടെ നോമ്പെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ഉണ്ടായി പോയാൽ ആ പകൽ നമ്മൾ ദാഹം ശ്രമിച്ചത് കൊണ്ടോ ഭക്ഷണം ഒഴിവാക്കിയത് കൊണ്ടോ നന്നാക്കാൻ ആവശ്യമില്ല എന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ നോമ്പിന്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ അറിഞ്ഞുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ നാം ശ്രദ്ധിക്കുക. നോമ്പ് ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ 2 വിധമുണ്ട്. നോമ്പ് ദുർബലമാക്കുകയും പിന്നീട് നോറ്റ് വീട്ടാൽ നിർബന്ധമാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഒന്ന്. അതേപോലെ നോമ്പ് ദുർബലപ്പെടുത്തും പിന്നീട് നോറ്റ് വീട്ടുകയും പ്രായത്തെ നിർബന്ധമാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ രണ്ടാമത്തെ വിഷയം. അതിന് അൽ ജിമാഅ്, നോമ്പുകാരൻ പകൽ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന നോമ്പ് മുറിക്കും. അറിയാം, ഇത് ഏറ്റവും ഗൗരവമായ ഒരു കാര്യമാണ്. ഇങ്ങനെ ഉണ്ടായാലോ ആ നോമ്പ് കഥാകുട്ടികൾ മാത്രമല്ല, കഫാറത്തുകൾ ചെയ്യേണ്ടതുണ്ട്. അത് 60 ദിവസം തുടർച്ചയായി നോമ്പെടുക്കുക. അത് സാധിക്കാത്ത ആളുകളാണെങ്കിലോ 60 മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകുക എന്ന് കൃത്യമായി പഠിപ്പിച്ചു. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം സ്വയംഭോഗത്തിലുള്ള ശുക്ലം നടത്തുക.
അങ്ങനെ നോമ്പ് കൊടുക്കുന്ന ഒരു കാര്യമാണത്. അത് വിഭാഗത്തിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുന്ന വിഷയം കൂടിയാണ്. എന്നാൽ ഉറക്കത്തിൽ സ്വപ്നസ്കലം സംഭവിക്കുന്നത് അത് നോമ്പിനെ ബാധിക്കില്ല എന്ന് കൂടി നാം മനസ്സിലാക്കുക. ആളുകൾ ഈ സമയത്ത് ചോദിക്കുന്ന ചില വിഷയങ്ങളായതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ അറിഞ്ഞുകൊണ്ട് ഭക്ഷണപാനം കഴിക്കും, നോമ്പ് കുടിക്കും. എന്നാൽ മറന്നു പോയിക്കൊണ്ട് അത് ഭക്ഷിക്കുകയോ അത് കുടിക്കുകയോ ചെയ്താലും മുറിയില്ല. കാരണം അള്ളാഹുവാണ് ഭക്ഷിപ്പിക്കും കുടിപ്പിക്കും ചെയ്തത് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കും. ആ ഒരു വിഷയത്തിൽ മറന്നുകൊണ്ട് സംഭവിച്ച പ്രശ്നമില്ല. അറിഞ്ഞുകൊണ്ടാണെങ്കിലോ ആ നോമ്പ് മുറിയുമെന്നാണ്. അതേപോലെ ഭക്ഷണപാനീയങ്ങളുടെ പദവിയിലുള്ള കാര്യങ്ങൾ, ഉദാഹരണം ഗ്ലൂക്കോസ് കരുതുന്ന വിഷയങ്ങളൊക്കെ അത് ശരീരത്തിൽ വളരെയുള്ള വിഷയം എന്തെങ്കിലും ശരീരത്തിൽ മൊത്തം ഊർജ്ജം കിട്ടുന്ന ഉണർവ് കിട്ടുന്ന കാര്യമായതുകൊണ്ട് നോമ്പ് മുറിയും. എന്നാൽ സാധാരണ ഇഞ്ചക്ഷനൊക്കെ മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോമ്പിന് ബാധിക്കില്ല എന്ന് പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിക്കുന്ന മറ്റൊരു ഭാഗം. അതോടൊപ്പം തന്നെ കൊമ്പ് വെക്കൽ വഴി രക്തം പുറത്തു കളയാം. പണ്ഡിതന്മാർക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും സൂക്ഷ്മ ഭാഗമായിക്കൊണ്ട് നോമ്പ് സമയത്ത് രക്തം കളയത് ഒഴിവാക്കേണ്ടതാണ്. ഇതുപോലെ കൂടുതൽ രക്തദാനം ചെയ്യുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ക്ഷീണം കാരണം നോമ്പ് പൂർത്തിയാക്കാൻ പ്രയാസം ഉണ്ടാകുമെങ്കിൽ അത് ഒഴിവാക്കാനാണ് ഏറ്റവും നല്ലത് എന്നർത്ഥം. അതോടൊപ്പം തന്നെ ഛർദ്ദിക്കാം, അതെ ഓരോന്നും ഛർദ്ദിക്കാം. ഒരാള് കൈ വായിലിട്ട് മറ്റും മനഃപൂർവ്വം ഛർദ്ദിച്ചാൽ നോമ്പ് കുറയും. എന്നാൽ തനിയെ അത് ഛർദ്ദിക്കുകയാണെങ്കിൽ അഥവാ അറിയാതെ പോകുന്നതാണെങ്കിലോ അയാൾ നോമ്പ് മുറികയില്ല എന്നുകൂടി നാം മനസ്സിലാക്കുക. അതേപോലെ സ്ത്രീകളാണെങ്കിൽ ആർത്തവ പ്രസവരക്തം ഉണ്ടാവുന്നത് നോമ്പ് തുറക്കുന്നത് തൊട്ട് മുമ്പാണ് സംഭവിക്കുന്നതെങ്കിലും ആ നോമ്പ് അവർക്ക് പോയി എന്നുള്ളതാണ്. നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് സംഭവിച്ചെങ്കിൽ പോലും ആ നോമ്പ് അവർ പോയി. അവർ പിന്നെ നോമ്പ് എന്ത് ചെയ്യണം, നോട്ട് വീട്ടണം എന്നതുകൂടി കൃത്യമായി മനസ്സിലാക്കുക. ഇങ്ങനെ സംശയകരമായ വിഷയങ്ങളും ഒക്കെ ഉൾക്കൊണ്ട് നമ്മുടെ നോമ്പിനെ സമ്പന്നമാക്കാൻ അഥവാ കൃത്യമായി കൊണ്ട് അറിഞ്ഞുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ വിശുദ്ധ റമദാനിലേക്ക് ആ രൂപത്തിൽ കൃത്യമായി പ്രവേശിക്കാൻ പരിപൂർണമായി കൊണ്ട് ഇബാദത്തുകളെ ധന്യമാക്കാനുമുള്ള ആ ഒരു പ്രവർത്തനങ്ങളും മേഖലകളുമാണ് നാം സ്വീകരിക്കേണ്ടത്. അങ്ങനെ വിശുദ്ധ റമദാനെ എല്ലാ അർത്ഥത്തിലും ആ പഠിപ്പിച്ച രൂപത്തിൽ നിർവഹിക്കാൻ നാം ശ്രദ്ധ വെക്കുക. നമ്മുടെ ജീവിതത്തില് നമുക്ക് ലഭിക്കുന്ന അസുലഭ നിമിഷമാണ് റമദാൻ എന്ന് പറയുന്നത്. അതിനോളം വലിയതായിക്കൊണ്ട് മറ്റൊരു മഹത്വം പഠിപ്പിക്കുന്നില്ല എന്ന് കൂടി നാം കൃത്യമായി അറിയുക. അതുകൊണ്ടാണ് ഷഹീദായി മരണപ്പെട്ടവരും പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മരണപ്പെട്ട ആളെ പറ്റി പഠിപ്പിച്ചെടുത്ത് കാണാം. അയാൾക്ക് റമദാനും കൂടി കിട്ടിയില്ലേ, അഥവാ ഷഹീദ് സുഹൃത്തിൽ കൂടെ മുമ്പായിക്കൊണ്ട് ആ രണ്ടാമത് മരണപ്പെട്ട രണ്ടാമത് മുസ്ലിമായ ആളുകളാണ്. പക്ഷെ അയാൾ ഷഹീദായി രണ്ടാമത്തെ ആള് വിവിധ വർഷങ്ങൾ ചെയ്തതിന് മരണപ്പെട്ടത് സാധാ മരണമായിരുന്നു. പക്ഷേ അയാൾക്ക് റമദാനും കൂടി കിട്ടി ആ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് പറയുമ്പോ ആ റമദാന്റെ മഹത്വം എത്രമാത്രം ഉണ്ട് എന്ന് നാം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന തൗഫീഖുകൾ കിട്ടാൻ പോകുന്ന ആ ഒരു കർമ്മത്തെ അത് അർത്ഥവത്തായി അത് ആ എല്ലാ അർത്ഥത്തിലും അതിന്റെ ഗൗരവത്തിൽ ഉപയോഗപ്പെടുത്തുക. അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കുക, അമിതമായ ഭക്ഷണപാനീയങ്ങൾ മാറി നിൽക്കുക, സംസാരങ്ങൾ പരമാവധി കുറക്കാൻ ശ്രമിക്കുക. സ്വത്തിന്റെ വാർത്തകളാണ് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു നോമ്പാക്കി തീർക്കാൻ നാം ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളിലും അവരുടെ മഹത്തായ ഫضل കൊണ്ട് എല്ലാ പാപങ്ങളും വിട്ടുകൊടുത്ത് മാപ്പാക്കി തീർമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിലേക്ക് ധന്യമായി കടന്നു വരുന്നതെല്ലാം ആരോഗ്യത്തോടു കൂടി ആഫിയത്തോടു കൂടി പൂർണ്ണമായി നേടിയെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു അവരുടെ എല്ലാ ഫضل കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തീർമാറാകട്ടെ. നമ്മെ രോഗികളായി കഴിയുന്ന അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. വലിയ പ്രയാസം അനുഭവിക്കുന്ന പല ആളുകളുണ്ട്. ദ്വാരകൾ വസിയത്ത് നൽകിയവരുടെ എല്ലാവർക്കും അല്ലാഹു പരിപൂർണ്ണ ശിഫയും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരെ നമ്മെ കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെ പ്രയാസങ്ങളിലും മാനവമായ രോഗങ്ങളിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമ്പത്തിലും കുടുംബത്തിലും ആരോഗ്യത്തിലും ജോലിയിലും ബിസിനസ്സിലും കച്ചവടത്തിലും എല്ലാം അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم انصر إخوان المسلمين في كل مكان الذين يجاهدون لإعلاء كلمة لا إله إلا الله. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات
ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد.